അനുപേട്ട, ടെൻഷനൊക്കെ കളഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കണം. അത് നീ തന്നെ എന്നോട് പറയണം മോളെ. അതിനുള്ള വഴി കൂടെ നീ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഞങ്ങൾ ഇറങ്ങാം. എല്ലാരും കൂടി നിന്നെടുത്ത ഫോട്ടോ ഞാൻ കണ്ടു. ഒരാൾ മാത്രം കടന്നിൽ കുത്തിയ മോന്തയുമായിട്ട് നിൽക്കുന്നു. അതാരാന്ന് പറയണ്ടല്ലോ. ഫോട്ടോകളൊക്കെ നല്ലതാ. നാളെ തെളിവായോ അല്ലെങ്കിൽ ഓർമ്മകളായിട്ട് സൂക്ഷിക്കാം. അതിൽ നിങ്ങളും ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റായി പോയേനെ. സത്യമായിട്ടും ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ അനുജത്തിയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ? ക്ഷേത്രത്തിൽ പോയതിൽ പിന്നെ എന്റെ മനസ്സ് ശാന്തമല്ല. ജീവിതത്തിലേതായാലും നമ്മൾ അഭിനയം തുടരുകയല്ലേ. ഇനിയും അങ്ങനെ തന്നെ ആവാലോ. അപ്പോ സന്തോഷം അഭിനയിക്കുന്നതല്ലേ നല്ലത്. എന്തായാലും മോൾ ഇങ്ങനൊരു സർപ്രൈസ് തീരെ പ്രതീക്ഷ കാണില്ലല്ലേ? ഒരിക്കലും ഇല്ല അച്ഛാ. ജീവിതത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് ആയിപ്പോയി. അതാണ് സച്ചി. ഏത് നേരത്തെ എന്താണ് ചെയ്യുന്നത് നമുക്ക് പോലും അറിയില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ മോളെ. ഒക്കെ മനസ്സിൽ സൂക്ഷിക്കും. എന്നിട്ട് നമ്മളെ ഞെട്ടിച്ചോണ്ട് അതങ്ങ് ചെയ്യും. ഇവിടുന്ന് പോയതിനേക്കാളും ഹാപ്പിയാണല്ലോ രണ്ടുപേരും. ശരിയാ മോളെ. പോയപ്പോ ഉള്ള മുഖമല്ല രണ്ടാൾക്കും. നല്ല തെളിച്ചമുണ്ട്. ആട്ടെ, അവിടെ ചെന്നിട്ട് വേറെ എവിടെയൊക്കെ പോയി? ദേവീക്ഷേത്രത്തിൽ പോയിരുന്നു. ഇഷ്ടവരദായിനി ക്ഷേത്രം. ആ, നല്ല ശക്തിയുള്ള അമ്മയാ. തൊഴുതു പ്രാർത്ഥിച്ച എല്ലാ ആഗ്രഹവും നടക്കും. അപ്പോ ദേവിയെ കണ്ടതിന്റെ സന്തോഷമാണല്ലേ ഏട്ടന്റെ മുഖത്ത്? അതല്ല മോളെ, ദേവി അവന്റെ കൂടെ തന്നെയുള്ള സന്തോഷം അല്ലേ മോളെ? അടിച്ചു പൊളിച്ച് രണ്ടുപേരും കൂടെ കൈയും വീശിയാണോ വന്നത്? മോശമായി പോയി എടുത്തി. പിന്നെ നീ ഉള്ള കുട്ടിയല്ലേ, ഇങ്കും വാങ്ങിട്ട് വരാ. വാങ്ങിത്തരണം. എന്റെ ഏട്ടത്തി, എന്റെ നെറ്റിയിലെ വേദന ഇതുവരെ പോയിട്ടില്ല. ആവണി കുഞ്ഞാ എന്നാ ആതിരയോ? എന്നടാ കാര്യം? എന്റെ അച്ഛ, ഞാൻ ആ വീട്ടിലേക്ക് കയറിയതും ആവണിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ഓടി വന്ന ആതിരെ ഞാനും തമ്മി കൂട്ടിയിടിച്ചു. ഓ, എന്റെ നല്ല ജീവനങ്ങ് പോയി. രണ്ടിലും ബുദ്ധി വികസിക്കണ്ടേ സന്ദീപ്? ഇവിടെ വന്നാലും അവളുടെ കളി ഇതൊക്കെ തന്നെയല്ലേ? അവള് നല്ല സ്മാർട്ടാച്ചാ. മിടുക്കിയ. നേരം പോകുന്ന അറിയില്ല. അതെ, ഇവിടെയും അങ്ങനെ ഒരു കൊച്ചു ആവണിക്കുട്ടിയോ കുട്ടനൊക്കെ ആവാം. ഞാൻ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരും ഒരു കുഞ്ഞിനെ കാണാൻ കൊതിച്ചിരിക്കുക. നമ്മള് കയറി കുഞ്ഞെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യം ഉണ്ടാച്ചാ? അതല്ല ചേച്ചി, ഇനി താമസിച്ചാല് കുട്ടികൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലല്ലോ. ഒരു അമ്പിനേക്കാളും ആയുധത്തെക്കാളും മൂർച്ചയുള്ളതാ നാം പ്രയോഗിക്കുന്ന ഓരോ വാക്കും. നമ്മൾ കരുതുന്നതിനേക്കാളും പല മടങ്ങായിരിക്കും അതുണ്ടാക്കുന്ന മുറിവ്. ചേച്ചിയുടെ ഉപദേശം നല്ലപോലെ ഫലം കണ്ടോന്ന് തോന്നുന്നു. ആരെ ഉപദേശിച്ചത്? സച്ചിയേട്ടനെ.
നീ എന്താന്ന് വെച്ചാ തെളിച്ചു പറയാനൊക്കെ. ചേച്ചിയുടെ നാമക്കാരി നാക്കാണോ? നോക്കട്ടെ. അല്ല, പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാവുന്നുണ്ട്. ദേ, നിന്റെ കളി വല്ലാതെ കൂടുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. സച്ചിയേട്ടനും അർച്ചനയും വിരുന്ന് കഴിഞ്ഞ് വന്നപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയോ? അധികം ആലോചിക്കണ്ട. ചേച്ചിക്കായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം വേണം, ധാരണ വേണം, കണ്ണില് ചിരി വേണം, കൈകോർത്ത് നടക്കണമെന്നൊക്കെ സച്ചിയേട്ടന് ഉപദേശിച്ചത്. ഇപ്പൊ 2 ദിവസം ഒന്നിച്ചൊരിടത്ത് കഴിഞ്ഞപ്പോ രണ്ടാളും ചക്കര ഈച്ചയും പോലെ വന്നിട്ടുണ്ട്. ഏതായാലും ചേച്ചിയെ സമ്മതിച്ചു. ഭാര്യയും ഭർത്താവിനെ ഒന്നിച്ച് കാണുമ്പോഴൊക്കെ അവർക്കിടയിൽ സ്നേഹം എത്ര കൂടുന്നു കുറയുന്നു എന്നൊക്കെ അളക്കാൻ പറഞ്ഞതല്ലേ? അളന്നു. അത് കൂടിക്കൊണ്ടിരിക്കുക. അവർക്കിടയിൽ സ്നേഹം കൂടിയാ എനിക്കെന്താ കുഴപ്പം? ഉണ്ട്. ചേച്ചിയുടെ സ്ഥാനം പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. ചേച്ചി വെറും മരുമകളാ, മകളല്ല. ഭർത്താവില്ലാതെ വിധവയെ പോലെ കഴിയുന്നവൾ. പക്ഷെ അർച്ചനയോ അങ്ങനെയാണോ? ഭർത്താവിന്റെ തണലിൽ കഴിയുന്നവള്. പതുക്കെ പതുക്കെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാനും തീരുമാനം എടുക്കാനും കഴിവുള്ളവളായി മാറും അർച്ചന. അതിന് സച്ചിയേട്ടൻ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും. ചേച്ചിയുടെ കൂടെ ആര് കാണും? അച്ഛൻ കാണുവോ? സന്ദീപ് കാണുവോ? ആകെ ഞാനല്ലേ കാണൂ? ഞാനാരാ? ഇവിടെ ചേച്ചിയെ ആശ്രയിച്ച് കഴിയുന്ന ഇത്തിൽ കണ്ണി. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ പറയുന്നതൊക്കെ വാസ്തവ. കടന്നു ചിന്തിച്ചാ നാളെ ഇതൊക്കെ തകിടം മറിയുന്ന എനിക്കറിയാം. അതിന്റെ കാരണക്കാരിയും ചേച്ചിയാണ്. നിനക്കറിയാലോ, ഞാൻ തേടി പിടിച്ച അർച്ചനയെ സച്ചിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് അവള് വെറും സാധാരണക്കാരി ആയതുകൊണ്ടും അടുക്കളയിൽ ഒതുങ്ങുന്നും കരുതി തന്നെയാ. എന്നിട്ടോ അവളിപ്പോ ചേച്ചിയെ പുറത്താക്കി. ആരെങ്കിലും അണിയറയിലും കളി തുടങ്ങി. ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റി? സച്ചിയിലും അർച്ചനയിലും ഞാൻ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അവര് പരസ്പരം നോക്കുന്ന രീതി, പുഞ്ചിരിക്കുന്നത്, ഒന്നിച്ചു പോകുന്നതും വരുന്നതും ഒക്കെ മാറി. നീ വരുന്നതിന് മുമ്പ് ഞാനതാ ആലോചിച്ചോണ്ടിരുന്നേ. ചേച്ചിക്ക് ഇപ്പോഴാണോ ഇതൊക്കെ തോന്നിയത്? നീ ചിന്തിച്ച അത്ര ആഴത്തിലൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇത്രയും കാലം നീ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നീ പറഞ്ഞ അല്ല ഉപയോഗിച്ച വാക്ക്, അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിധവ, അതല്ലേ നീ പറഞ്ഞത്? ചേച്ചി, ഞാൻ വേറൊരർത്ഥത്തിലല്ലത് പറഞ്ഞത്. അതിന് വേറെ അർത്ഥമൊന്നും ഇല്ല എനക്കെ. ഭർത്താവില്ലാത്തവൾ വിധവയാ, അത്ര തന്നെ. പക്ഷേ നീ ഒന്ന് കുറിച്ചിട്ടോ എനക്കെ. ഭർത്താവെന്നല്ല, എന്റെ കൂടെ ആരില്ലെങ്കിലും അവന്തികയുടെ ലക്ഷ്യങ്ങൾ എത്തിച്ചേരേണ്ടടുത്ത് എത്തിയിരിക്കും, എത്തിച്ചിരിക്കും. ഇത്രയും ധൈര്യത്തിൽ ചേച്ചി ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തോ പ്ലാൻ ചേച്ചി തയ്യാറാക്കിയിട്ടുണ്ട്. തനിക്കൊന്നറിയാമോ അർച്ചന, ഈ ദേവി ദർശനം എന്നൊക്കെ പറയുന്നത് എന്റെ കോഡ് ഭാഷയാ. ദേവി ആരാണെന്നറിയാമോ? ക്ഷേത്രത്തിലെ ദേവിയല്ല, എന്റെ മനസ്സിലെ ദേവി, എന്റെ സ്വന്തം ദേവി. ആര്? അമ്മുവോ? പിന്നല്ലാതെ ആരാ എന്റെ സ്വന്തം ദേവി? അവൾ തന്നെ. ഞാൻ അവളെ കാണാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ പോവും. ദേവിയെ കാണാൻ പോവുകയാണെന്ന് അച്ഛനോടും കൂട്ടുകാരോടും പറയും. എന്റെ ദേവിയെ കാണുമ്പോ എനിക്കൊരു ഊർജം കൂടും. അതങ്ങനെയാണല്ലോ, നമുക്കിഷ്ടമുള്ളവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും വല്ലാത്തൊരു സന്തോഷം തോന്നില്ലേ? എനിക്കും അതായിരുന്നു. അവർ വിചാരിക്കും ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ട് വളരെ സന്തോഷവാനായെന്ന്. കൂട്ടുകാരെന്താ എന്നെ കളിയാക്കി വിളിച്ചിരുന്നെന്ന് അറിയില്ലല്ലോ. സച്ചി ദേവിയെന്ന്. ഒരാൾക്ക് മാത്രം ഇഷ്ടം തോന്നി പോരല്ലോ സച്ചേട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നണ്ടേ? താനെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു. നിങ്ങൾ തമ്മിൽ ക്ഷേത്രത്തിൽ കാണുന്ന രംഗം സച്ചേട്ടൻ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ അന്നൊന്നും അമ്മൂനെ ഞാൻ പ്രണയിക്കുന്ന കാര്യം അവൾക്കത് മനസ്സിലായതേ ഇല്ല. അവൾ അറിയാതെ ഞാൻ അവളെ പിന്തുടരുകയായിരുന്നു. ഇപ്പൊ അവളെല്ലാം മനസ്സിലാക്കി. പക്ഷേ പിടിതരാതെ ഒഴിഞ്ഞു മാറി നിൽക്കുക.
തനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇത്ര സിമ്പിളായി എടുക്കാൻ കഴിയുന്ന എങ്ങനെയെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. അതിന് സച്ചേട്ടന് എന്തിനാ അത്ഭുതം തോന്നുന്നത്? സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെന്നും അവൾക്കായി കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും തനിക്കെങ്ങനെ അവരുടെ കഥകൾ കേട്ടിരിക്കാൻ കഴിയുന്നെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. എപ്പോഴെങ്കിലും എന്റെ ഭർത്താവെന്ന് പറഞ്ഞല്ലോ സച്ചേട്ടൻ. എനിക്ക് അത്ഭുതമൊന്നുമില്ല സച്ചേട്ടാ. ഞാൻ ഇപ്പോഴും സച്ചേട്ടന്റെ ഭാര്യ. സച്ചേട്ടൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് കഴിയാതെ പോയാ പിന്നെ ആര് കേൾക്കും? എനിക്ക് എന്റെ ഭർത്താവ് എപ്പോഴും സന്തോഷത്തോടെ കഴിയണമെന്ന ആഗ്രഹം. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയെക്കുറിച്ച് വ്യക്തമായി തന്നോട് പറയണമെന്നുണ്ടായിരുന്നു. ആ കത്തിൽ ഞാൻ സൂചിപ്പിച്ചതിനേക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുമാണ് ഞാൻ. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ തന്നെ കഴിയുമെന്നറിയില്ല. തന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല. തനിക്കെൻ്റെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴെങ്കിലും എൻ്റെ മനസ്സിൽ ആരാന്ന് താൻ ചോദിക്കുമെന്ന് ഞാൻ കരുതി. നാളിതുവരെ അങ്ങനൊരു ചോദ്യം തന്നിൽ നിന്ന് കേട്ടില്ല. ഞാനും അമ്മും തമ്മിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് പോലും താനത് ആരാന്ന് ചോദിച്ചില്ല. ഇത്രയൊക്കെ ക്ഷമിക്കാനും കാത്തിരിക്കാനും ഒക്കെ ഒരു പെണ്ണിന് സാധിക്കുമോ? എല്ലാവർക്കും കഴിയുമെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ സച്ചേട്ടൻ എന്നൊരു രൂപം മാത്രമേ ഉള്ളൂ. എത്രയായാലും തനിക്കൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നുന്നില്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നാ സച്ചേട്ടൻ പറയുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ഞാൻ സച്ചേട്ടനോട് കലഹിച്ച് ബഹളം ഉണ്ടാക്കണമായിരുന്നോ, അതോ പൊട്ടിക്കരഞ്ഞിറങ്ങി ഓടണമായിരുന്നോ? ഞാൻ എന്താ വേണ്ടതെന്ന് സച്ചേട്ടനൊന്ന് പറഞ്ഞതാ. ബഹളം ഉണ്ടാക്കാൻ എനിക്കറിയില്ല സച്ചേട്ടാ. ബഹളം കേൾക്കുന്നതേ എനിക്ക് പേടിയോ. പിന്നെ കരച്ചില്, അതാരും അറിയാതെ എന്നിൽ തന്നെ അടങ്ങുന്നുണ്ട്. അത് എന്റെ മാത്രം സങ്കടമല്ല സച്ചേട്ടാ. അതിനൊരവസാനം ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ സങ്കടങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഏക മരുന്ന് ചില പ്രതീക്ഷകളാ. പ്രതീക്ഷകൾ മാത്രം. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും സച്ചേന്റെ മുഖത്ത് ഒരിക്കലും നിറഞ്ഞ ചിരി ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ കാണുന്ന എപ്പോഴാ? സച്ചേട്ടൻ എന്നോട് സംസാരിക്കാനൊന്നുമില്ലായിരുന്നു. ഒറ്റ വാക്കിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു. ആ സച്ചേട്ടനാ വാതോരാതെ സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ സച്ചേട്ടന്റെ മനസ്സ് കോരിത്തരിക്കുന്ന എനിക്ക് കാണാം. എനിക്ക് ഈ സച്ചേട്ടനെ ഇഷ്ടം. സന്തോഷത്തോടെ നടക്കുന്ന ഈ സച്ചേട്ടന്. ഒരാൾക്ക് സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാര്യത്തിന് ആരും തടയുന്നത് ശരിയല്ലല്ലോ. ഈ പറഞ്ഞതൊക്കെയും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എടോ, താനിത് എന്തൊക്കെയാ പറയുന്നേ? സത്യം. സച്ചേട്ടൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു തന്നെ കഴിയണം. ഞാൻ സച്ചേട്ടന്റെ നല്ലൊരു കൂട്ടുകാരിയായി എന്നും കൂടെ തന്നെ ഉണ്ടാവും സച്ചേട്ടാ. അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥ. സുഖമായാലും ദുഃഖമായാലും ഒരു സുഹൃത്തിനെ മനസ്സിലാക്കാൻ കഴിയും. എന്താണെങ്കിലും സച്ചേട്ടൻ എന്നോട് തുറന്നു പറയാം. നേരെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. തന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയല്ലേ? മനസ്സിൽ മുഴുവൻ അമ്മുവിന്റെ ഓർമ്മകളായിരുന്നു. കഴുത്തിൽ താലികെട്ടിയ പെണ്ണ് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ മറ്റൊരു പെണ്ണിനു വേണ്ടി സ്വന്തം ജീവിതം വിട്ടുകൊടുക്കുന്ന ഞാൻ കരുതിയില്ല. വിട്ടുകൊടുത്തതല്ല സച്ചേട്ടാ, പറിച്ചെടുത്തതാ. വിട്ടുകൊടുക്കാതെ മരണം വരെ ഞാൻ പിടിച്ചു നിൽക്കും. എല്ലാം മറച്ചുവെച്ച് ഞാൻ തന്നെ ചതിച്ചെന്ന് തോന്നുന്നുണ്ടോ? വെറുപ്പുണ്ടോ എന്നോട്? അങ്ങനെയാണോ എന്നെ ഇത്രയും നാൾ മനസ്സിലാക്കിയത്? ചില ചോദ്യങ്ങൾ വേദനിപ്പിക്കും സച്ചേട്ടാ. ഉത്തരം പറയാൻ പോലും കഴിയാതെ വരും.
അങ്ങേയറ്റം ദയവ് ചെയ്ത് ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിച്ച് സങ്കടപ്പെടുത്തരുത്. ഒരു ചിട്ടയായ പഠനരീതി ഇല്ലെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ പോർഷൻസ് കവർ ചെയ്യാൻ കഴിയില്ല സ്നേഹ. അതിനാദ്യം നീ ഒരു സ്റ്റഡി ടൈം ഫിക്സ് ചെയ്യണം. അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഏട്ടത്തി അതൊന്നും എനിക്കറിയില്ല. എങ്ങനെയാന്ന് വെച്ചാ ഏട്ടത്തി ഫിക്സ് ചെയ്തോ, എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചോളാം. ശരി, നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. അതിലേതൊക്കെ വിഷയങ്ങളാണോ ബുദ്ധിമുട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം, അത് പറ. അങ്ങനെ ചോദിച്ചാ എല്ലാം ഡിഫിക്കൽട്ട് ഏട്ടത്തി. കിന്നാരം പറയണ്ട, പഠിക്കുന്ന ഡിഗ്രിക്കാന്ന് ഓർമ്മ വേണം. ഞാൻ പറഞ്ഞത് ഏട്ടത്തി, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇഷ്ടമെന്ന്. ആ സച്ചേട്ടന് ഒറ്റ ഒരാളാ എന്നെ ബിസിനസ് സ്റ്റഡീസിന് ചേർത്ത്, കൂടെ മാത്സും. അതെ, സച്ചേട്ട് മോളുടെ ഭാവി ഓർത്ത് ചെയ്തതാ. ഉഴപ്പാതെ പഠിച്ചാ മതി, എടുത്ത എല്ലാ സപ്പോർട്ടിനും ഉണ്ടാവും. വൈകുന്നേരം ഒരു ചായയൊക്കെ വേണമെങ്കിൽ വന്ന് കെഞ്ചേണ്ട അവസ്ഥയായല്ലേ? അയ്യോ സോറി അനഘ, ഞാൻ ചായ ഇട്ട് വെച്ചിരുന്നു, കൊണ്ടുവരാൻ മറന്നുപോയി. അതിനിടയില് സ്നേഹയുടെ പഠിത്ത കാര്യം സംസാരിച്ചിരുന്നു പോയി. ഞാനിപ്പോ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവളുടെ കാര്യത്തിലല്ലേ ഏട്ടത്തിക്ക് താല്പര്യമുള്ളൂ. ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി റാങ്ക് ചെയ്താവായിരിക്കും അല്ലേ? ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ പത്രത്തിൽ കൊടുക്കാനായിട്ട്? അർച്ചനടുത്തിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് റാങ്ക് കിട്ടിയിരിക്കും. പത്രത്തില് ഫോട്ടോയും വന്നിരിക്കും. കണ്ടറിയാം. ഏറ്റവും കുറഞ്ഞ മാർക്ക് വാങ്ങി തോറ്റതിന്റെ പേരിലാവും വാർത്ത വരുന്നത്. ആയിക്കോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. ഞാൻ തോറ്റാലും ജയിച്ചാലും അനഘിക്കെന്താ? രണ്ടുപേരും എപ്പോ നോക്കിയാലും കീരിയും പാമ്പും പോലെയാണല്ലോ. കോച്ചിങ് അർച്ചനേട്ടത്തിയുടെ അല്ലേ? അപ്പൊ പിന്നെ വലിയ കൊമ്പത്തെ മാർക്കൊക്കെ വാങ്ങി ഗിന്നസ് റെക്കോർഡിലെ പേര് വരാൻ സാധ്യതയുണ്ടെന്ന് പറയായിരുന്നു. ഒന്നിനും എടുത്തി പ്രതികരിക്കരുത് കേട്ടോ, മറുപടിയും പറയരുത്. അതാ ഇത്ര ധിക്കാരം. എനിക്കങ്ങനെ കേട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അസൂയും കുശും കൂടെ കൂട്ടിക്കയർത്തി ഒരാൾ രൂപമായതാ ഈ ഇരിക്കുന്നത്. സ്നേഹവും ബന്ധങ്ങളും ഒന്നും മനസ്സിലാവാത്ത ബുദ്ധിയില്ലാത്തൊരു പാഴ് ജന്മം. നീ എന്താടി പറഞ്ഞത്? അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാനൊരു പാഴ് ജന്മാണെന്ന്. നിങ്ങൾ സമപ്രായക്കാരാണെങ്കിലും നീയല്ലേ എനിക്ക് കുറച്ചുകൂടി മുതിർന്നത്. നിനക്കെങ്കിലും ഒന്ന് അയഞ്ഞു കൊടുത്തൂടെ? ഉപദേശം വേണ്ട, ചായ മതി. ഇതിനാണോ ചായ എന്ന് പറയുന്നത്? ഈ വാട്ടവെള്ളത്തിന് എന്തു പറ്റി? ചായക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമേ ഉള്ളൂ. തീരെ ചൂടില്ല, മധുരമില്ല, കടുപ്പമില്ല. ഛർദിക്കാൻ വരുന്നു. ചായയാണ് പോലും. അത് തണുത്തോണ്ടായിരിക്കും. ചെയ്യുന്ന ജോലിയിൽ യാതൊരു ശ്രദ്ധയില്ല. സ്വബോധത്തോടെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും ചായ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കൂ. ഫ്രിഡ്ജിലോ? എന്തൊക്കെയാണ് നീ പറയുന്നേ? പിന്നെ ഇത് വായിൽ വെച്ച കുടിക്കാൻ പറ്റണ്ടേ? നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാട്ട ചായ ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അമ്മളി ചേച്ചി ഏൽപ്പിക്കണം. എന്തിനാ എല്ലാം കൂടെ അടുക്കി പിടിച്ച് വെക്കുന്നത്? ഇതല്ലാതെ ഇവിടെ തലകീഴ് മറിയുന്ന പണിയൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട ഈ വേസ്റ്റ് ചായ. ആ കപ്പ് തിരിച്ചു കൊടുത്തേ. ഏട്ടത്തി എന്തിനാ കപ്പ് വാങ്ങിയത്? അത് തിരിച്ചു കൊടുക്ക. സന്ദീപ്, അത് ഒന്നുമില്ല. ഏട്ടത്തി ആ കപ്പ് തിരിച്ചു കൊടുക്ക്. അനക്കേ, നീ കപ്പ് വാങ്ങിച്ചേ. സന്ദീപ്, നിന്നോട് ഞാനിത് വാങ്ങാനാ പറഞ്ഞത്. വാങ്ങണേ. പിടിക്ക. എഴുതി എങ്ങോട്ടാ? സന്ദീപേ, ചായ കളഞ്ഞില്ലേ? ഞാനൊന്ന് തുടയ്ക്കാൻ. അതവിടെ കിടക്കട്ടെ. എഴുതി അവിടെ നിൽക്കേ. എന്താ നിന്റെ പ്രശ്നം?
എനിക്ക് ഈ ചായ ഇഷ്ടപ്പെട്ടില്ല. അതാ എന്റെ പ്രശ്നം. മനുഷ്യനെ കുടിക്കാനാണല്ലോ ചായ ഉണ്ടാക്കുന്നത്. തണുത്ത് തണുത്ത് ഒരു ഗുണമില്ലാത്ത വാട്ടവെള്ളം ഉണ്ടാക്കി തന്നാലോ അത് ഞാൻ കുടിക്കണോ? നീ ആരാ ഇവിടുത്തെ? ആരാണെന്നോ ചോദിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? സന്ദീപേ, എന്താ? എടുത്തേ കൊടുമാർ. നിന്നോടാ ചോദിച്ചത് നീ ആരാണെന്ന്. അപ്പൊ ഞാൻ ആരാണെന്നതാണോ ഇവിടുത്തെ പ്രശ്നം? അല്ല, ആരായിരിക്കണം എന്നുള്ളതാ. ഈ വീട്ടിലെ എല്ലാവരെയും പോലെ ഒരാൾ മാത്രമാണ് നീ. അവർക്കെല്ലാം ഏട്ടത്തി ഉണ്ടാക്കുന്ന ചായ കുടിക്കാമെങ്കിൽ നിനക്കും കുടിക്കാം. നിനക്കായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അവര് ചിലപ്പോ ഈ വാട്ടച്ചായ കുടിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിത് ഇഷ്ടമല്ല. അനഘേ, ഞാൻ വേറെ ചായ ഉണ്ടാക്കി തരാം. ഏട്ടത്തി ഇവിടെ നിൽക്ക്. ഏട്ടത്തി ഒരു ചായ ഉണ്ടാക്കാൻ പോകണ്ട. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ടേസ്റ്റുള്ള ചായ ഉണ്ടാക്കണമെങ്കിൽ അത് നീ തന്നെ ഉണ്ടാക്കി കുടിക്കണം.